ഹായ്, അസർബൈജാൻ യാത്രകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അസർബൈജാനിന്റെ പ്രകൃതി ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് ഒരു ലോങ് ഡ്രൈവാണ് ഇന്നത്തെ പരിപാടി. അതുകൊണ്ട് തന്നെ കൂടുതൽ ചരിത്രങ്ങൾ പറയാതെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാതെ കൂടുതൽ കാഴ്ചകൾ കാണിക്കാൻ ശ്രമിക്കാം. എങ്കിലും ജോലിയുടെ പകുതി ഭാഗവും ഒരു അധ്യാപകനായി പ്രവർത്തിച്ച എനിക്ക് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ നിങ്ങളോട് പറയാതിരിക്കാനും വയ്യ. 3 മണിക്കൂറിലധികം എടുക്കുന്ന ഏകദേശം 200 കിലോമീറ്റർ ദൈർഘ്യമുള്ള അസർബൈജാനിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഷാദാങ് എന്ന മനോഹരമായ ഈ സ്ഥലത്തേക്കുള്ള യാത്രയിലേക്ക് സ്വാഗതം. വളരുന്ന ബാക്കുവിന്റെ കാഴ്ചകളാണ് ഇതൊക്കെ. സോവിയറ്റ് കാലഘട്ടത്തിന്റെ പ്രതിച്ഛായ ഉൾക്കൊണ്ടുകൊണ്ട് പേർഷ്യൻ അസർബൈജാനി വാസ്തുവിദ്യയുടെ പ്രതിഫലനങ്ങളാണ് ഈ കെട്ടിടങ്ങളൊക്കെ. ബാക്കുവിലെ തിരക്കേറിയ സബർബൻ പ്രദേശം കടന്ന് ഗ്രേറ്റർ കോക്കസസ് പർവ്വതനിരകളുടെ താഴ്വരയിലൂടെ കാസ്പിയൻ കടലിന്റെ തീരപ്രദേശത്തുകൂടെയാണ് എന്റെ യാത്ര. ബാക്കുവിൽ നിന്ന് ഷാഗ്ദാങ് സ്ഥിതി ചെയ്യുന്ന ഗുബ മേഖലയിലേക്കുള്ള യാത്ര അസർബൈജാനിന്റെ നഗരവികസനത്തിൽ നിന്ന് പരുക്കൻ പർവ്വത പ്രകൃതി ദൃശ്യങ്ങളിലേക്കുള്ള അതിശയകരമായ പരിവർത്തനം പ്രദർശിപ്പിക്കുന്ന മനോഹരമായ ഒരു യാത്രയാണ്. ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന ബാക്കുവിലെ അപ്ഷറോൺ ഉപദ്വീപിന്റെ വിശാലമായ സമതലങ്ങളിലൂടെയാണ്. അസർബൈജാനിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂമിശാസ്ത്ര മേഖലയാണ് അപ്ഷറോൺ ഉപദ്വീപ്. കാസ്പിയൻ കടലിലേക്ക് ഏകദേശം 60 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഈ പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായിരുന്ന ചരിത്രപരമായ എണ്ണപ്പാടങ്ങൾ നിറഞ്ഞവയാണ്. അവിടെവിടെ ചിതറിക്കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള തുറസായ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ കുഴൽക്കിണറുകൾ പോലെ തോന്നിക്കുന്ന ഇവയൊക്കെ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ്. റോഡിന്റെ വശങ്ങളിൽ കാണുന്ന മഞ്ഞ നിറമുള്ള ഇരുമ്പ് കുഴലുകൾ എണ്ണയും വാതകവും കടത്തിക്കൊണ്ടു പോകുന്നവയാണ്. ഇവിടെ പെട്രോളിന്റെ വില ലിറ്ററിന് 1 മനാത്താണ്, അതായത് നമ്മുടെ 50 രൂപ. ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയുള്ള തീരദേശ പ്രദേശങ്ങളും ഉപ്പ് ചതുപ്പ് നിലങ്ങളും നിറഞ്ഞ ഈ പ്രദേശം നിരവധി സാംസ്കാരികവും ചരിത്രപരവുമായ സ്ഥലങ്ങളുടെ കേന്ദ്രം കൂടിയാണ്. മുന്നോട്ട് പോകുന്തോറും ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഗോതമ്പ്, ചോളം, സൂര്യകാന്തി എന്നിവയുടെ വയലുകൾ വഴിയരികിൽ കണ്ടു തുടങ്ങും. ഇടയ്ക്കിടെ കാണുന്ന ഗ്രാമങ്ങളിൽ അസർബൈജാനി വാസ്തുവിദ്യയിലുള്ള മിനാരങ്ങളും വർണ്ണാഭമായ ജനാലകളുമുള്ള ചെറിയ വെള്ളപൂശിയ വീടുകൾ അവയുടെ ഭംഗി കൂട്ടുന്നു. വരാനിരിക്കുന്ന കൂടുതൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ മുന്നറിയിപ്പായി അങ്ങ് ദൂരെയായി ഗ്രേറ്റർ കോക്കസസ് പർവ്വതനിരകൾ ഉയർന്നു വരുന്നത് കാണാം. ഗുബ എന്ന ചെറിയ പട്ടണത്തിലേക്ക് അടുക്കുമ്പോൾ ഭൂപ്രകൃതി മാറുന്നത് നമുക്ക് അനുഭവപ്പെടും. സമുദ്രനിരപ്പിൽ നിന്ന് 600 മീറ്റർ ഉയരത്തിൽ ഷാഗ്ദാങ് പർവ്വതത്തിന്റെ വടക്ക് കിഴക്കൻ ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം കുഡ്യാൽ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകൾക്ക് വിപരീതമായി ചുവന്ന മേൽക്കൂരകളുള്ള പരമ്പരാഗത മരവീടുകളുടെ കൂട്ടങ്ങളും മനോഹരമായ ഗ്രാമങ്ങളും ഇവിടുത്തെ ഭൂപ്രകൃതിയെ അവതരിപ്പിക്കുന്നു. ഇടകലർന്ന് സ്ഥിതി ചെയ്യുന്ന പരമ്പരാഗത മരം കൊണ്ടുള്ള വീടുകളും പുതിയ കെട്ടിടങ്ങളും സാവധാനത്തിലുള്ള ആധുനികവൽക്കരണത്തെ പ്രതിഫലിപ്പിക്കുന്നു. പരന്ന ഭൂപ്രകൃതി ക്രമേണ കുന്നുകളിലേക്ക് വഴിമാറുകയും കോക്കസസിന്റെ താഴ്വരകൾ കൂടുതൽ ശ്രദ്ധേയമാവുകയും ചെയ്യുന്നതോടെ റോഡ് വളഞ്ഞു പുളയാൻ തുടങ്ങുന്നു. വയലുകളും പ്രത്യേകിച്ച് ആപ്പിൾ, പ്ലം, ഹാസൽനട്ട് തുടങ്ങിയവയുടെ പഴത്തോട്ടങ്ങളും ചെറിയ നദികളും നിറഞ്ഞ സമൃദ്ധമായ താഴ്വരകളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. റോഡരികൾ ഞങ്ങൾ കണ്ട ആപ്പിൾ തോട്ടങ്ങളിൽ ഒന്നാണിത്. കാശ്മീരിൽ കാണുന്ന മരങ്ങളെ അപേക്ഷിച്ച് ഇവ ചെറുതും പ്രായം കുറഞ്ഞവയുമാണ്. എങ്കിലും നിരനിരയായി നിൽക്കുന്ന നിറയെ ആപ്പിൾ കൊണ്ട് മൂടപ്പെട്ട ഈ മരങ്ങൾ വളരെ മനോഹരമായ കാഴ്ചയാണ്.
ആപ്പിൾ, നെക്ടറൈൻ, പീച്ച്, പ്ലംസ് തുടങ്ങിയ സ്വന്തം കൃഷിയിടങ്ങളിൽ നിന്നുള്ള വിവിധ തരം പഴങ്ങൾ വിൽക്കുന്ന സ്ത്രീകളെ റോഡരികിൽ കാണാൻ കഴിയും. നമ്മളോടുള്ള അവരുടെ സമീപനം വളരെ സൗഹൃദപരവും സ്നേഹത്തോടു കൂടിയതുമാണ്. ഞാനിപ്പോൾ കുസാർ ജില്ലയുടെ തലസ്ഥാനമായ കുസാർ എന്ന ചെറിയ പട്ടണത്തിലാണ്. ബാക്കുവിൽ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ അകലെ ഗ്രേറ്റർ കോക്കസസിന്റെ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് റോഡ് കോക്കസസിന്റെ ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള കയറ്റം കയറിയാണ് ഷാഗ്ദാങ് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഉയർന്ന കൊടുമുടികളും ആഴത്തിലുള്ള താഴ്വരകളും മലഞ്ചെരിവുകളെ മൂടുന്ന ഇലപൊഴിയും കോണിഫറസ് മരങ്ങളും ഇടകലർന്നതാണ് ഭൂപ്രകൃതി. ഇവിടെയും ഹേസൽനട്ട്, ആപ്പിൾ, മറ്റു പഴങ്ങൾ എന്നിവയുടെ വിപുലമായ കൃഷിസ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഇടതൂർന്ന പൈൻ ഫീർ വനങ്ങളിലൂടെയാണ് ഈ പാത നീണ്ടു പോകുന്നത്. ശൈത്യകാലത്ത് മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവയൊക്കെ. ഷാഗ്ദാങ് എന്ന പ്രദേശം മലനിരകളിലേക്ക് കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കുന്ന ഒരു സാഹസിക യാത്രയുടെ പടിവാതിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2950 അടി ഉയരത്തിലുള്ള കാസ്പിയൻ തീരത്തിനടുത്തുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് തണുത്ത കാലാവസ്ഥയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഷാഗ്ദാങ്. 13,921 അടി ഉയരത്തിലുള്ള ഷാഗ്ദാങ് കൊടുമുടി റഷ്യൻ അതിർത്തിക്കടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തിന്റെ സവിശേഷമായ പ്രത്യേകത അത് പർവ്വത പ്രദേശങ്ങളിലേക്കും കടലിന്റെ സാമീപ്യത്തിലേക്കും പ്രവേശനം നൽകുന്നു എന്നതാണ്. ഉയർന്ന ഗുബ മേഖലയിലേക്ക് ഒരു കവാടമായും കോക്കസസ് പർവ്വതനിരകളുടെ ഉയരങ്ങളിലേക്ക് പോകുന്നവർക്ക് ഒരു തുടക്ക സ്ഥലമായും ഷാഗ്ദാങ് അറിയപ്പെടുന്നു. അസർബൈജാനിന്റെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറിൽ അടുത്ത കാലത്ത് ചേർക്കപ്പെട്ട ഷാഗ്ദാങ് കേബിൾ കാർ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം പരിവേഷണം ചെയ്യുന്നതിനുള്ള മനോഹരവും സാഹസികവുമായ ഒരു മാർഗമാണ്. ഒരു എക്കോ ടൂറിസം സംരംഭത്തിന്റെ ഭാഗമായി ഇത് പ്രത്യേകിച്ച് ശൈത്യകാലത്ത് പർവ്വതങ്ങളുടെയും വനങ്ങളുടെയും താഴ്വരകളുടെയും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നു. യാത്രക്കാർക്ക് സുഖവും സുരക്ഷയും ഉറപ്പാക്കുന്ന ആധുനികവും സുരക്ഷിതവുമായ കേബിൾ കാറുകൾ മറക്കാനാവാത്ത ഒരനുഭവം ഉറപ്പു നൽകുന്നു. ഈ കേബിൾ കാർ യാത്ര ഷാഗ്ദാങ് താഴ്വരയുടെയും വനങ്ങളുടെയും ചുറ്റുമുള്ള കോക്കസസ് പർവ്വതനിരകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് നൽകുന്നു. വസന്തത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഊർജ്ജസ്വലമായ നിറങ്ങളും ശൈത്യകാലത്തിന്റെ മഞ്ഞുമൂടിയ സൗന്ദര്യവും ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പർവ്വതനിരകൾ, പരുക്കൻ പാറക്കെട്ടുകൾ, വിദൂരവും ആശ്വാസകരവുമായ ആൽപൈൻ ഭൂപ്രകൃതി എന്നിവയുടെ വിശാലമായ കാഴ്ചകൾ ശരിക്കും അത്ഭുതകരമാണ്. ഗ്രാമത്തിന് ചുറ്റുമുള്ള ഫലഭൂയിഷ്ഠമായ ഭൂമി ആപ്പിൾ, പേര, മുന്തിരി തുടങ്ങിയ പഴങ്ങൾ, പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വിളകൾ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണ്. മാംസം, പാൽ, കമ്പിളി എന്നിവയ്ക്കായി ആടുകൾ, കന്നുകാലികൾ എന്നിവയെ വളർത്തുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. ശൈത്യകാലം നല്ല തണുപ്പുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ താപനില 0-ലും താഴെയാകും. ശൈത്യകാലത്ത് ഈ മലനിരകളൊക്കെ മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന കാഴ്ച മനോഹരമാണ്. ഇതാണ് വിന്റർ സമയത്തെ ഷാഗ്ദാങ്ങിന്റെ സൗന്ദര്യം. ഈ മലഞ്ചെരിവുകളുടെ ഭംഗി സാഹസികമായി ആസ്വദിക്കുന്നതിനായി ഒരു റോളർ കോസ്റ്റർ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ നേരം കാത്തു നിന്നിട്ടും ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഞങ്ങൾക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. പാരാസെയിലിംഗ് പോലുള്ള മറ്റു ചില സാഹസിക വിനോദങ്ങളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്.
സമൃദ്ധമായ പ്രകൃതിവാതക ശേഖരത്താൽ തുടർച്ചയായി തീജ്വാലകൾ ജ്വലിക്കുന്ന യാനാർദാഗ് പോലുള്ള കത്തുന്ന പർവ്വത പ്രദേശങ്ങൾ കാരണം പലപ്പോഴും അഗ്നിയുടെ നാട് എന്നറിയപ്പെടുന്ന അസർബൈജാൻ ഒരു കാലത്ത് അഗ്നിയെ വിശുദ്ധിയുടെ പ്രതീകമായി ആരാധിച്ചിരുന്ന പുരാതന സൗരാഷ്ട്രീയൻ ആരാധനയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അതിൻ്റെയൊക്കെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.